Hello dears, welcome back to Silent Learning. It's me Sribhama SB. അപ്പോൾ മക്കളെ മിസ് എന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ടോപ്പ് ആയിട്ടുള്ള 10 MCQs ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള സാധനം MCQ ക്വസ്റ്റ്യൻസ് ആണല്ലേ. ഏതിൻ്റെ എന്നുള്ള സംശയം വരികയാണെങ്കിൽ ഇനി ഒരു പേടിയും വേണ്ട. നമ്മൾ അടിപൊളിയായിട്ട് നമ്മുടെ ടോപ്പ് 10 MCQs ഡിസ്കസ് ചെയ്യാൻ പോവാണ്. പർട്ടിക്കുലർ നേച്ചർ ഓഫ് മാറ്റർ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ. അപ്പോൾ ഇതുപോലെയുള്ള MCQ ക്വസ്റ്റ്യൻസുകളും കൂടുതലായിട്ടുള്ള വർക്കൗട്ടും ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷനാണ് നമ്മുടെ യോധ ബാച്ച്. അതിൽ നിങ്ങൾക്ക് ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസുകൾ, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ലൈവ് ക്ലാസ്, റെക്കോർഡ് ക്ലാസ് ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഇവിടെ നമ്പർ മിസ് ഇവിടെ ജസ്റ്റ് ഇങ്ങനെ റൗണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ വിളിച്ചാൽ ഡീറ്റെയിൽസ് ഒക്കെ ലഭിക്കും. അപ്പോൾ എല്ലാവരും യോധ ബാച്ച് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലോട്ട് വരാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. Anything that occupies space and has mass is called dash. ഇതിൽ ഏതാണ് മക്കളെ anything that occupies space and has mass? ഇത് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ആൻസർ വരുന്നത് മാറ്റർ ആണ് അല്ലേ. എന്തായിരുന്നു മാറ്റർ? ഇപ്പം മിസ്സിന്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു പെൻ എന്ന് പറയുന്നൊരു മാറ്റർ ആണ്. ഇതിനെന്താണ് സ്ഥിതി ചെയ്യാനൊരു സ്ഥലവും വേണം. ഇപ്പം മിസ്സിന്റെ കയ്യിലാണെങ്കിൽ ഇവിടെ സ്ഥലവും വേണം, ഒക്കുപ്പൈ ചെയ്യാനൊരു സ്പേസും വേണം, മാസും ഉണ്ട് അല്ലേ. ഇതിനൊരു മാസ് ഇല്ലേ? ഡെഫിനറ്റ് ആയിട്ട് ഇതിനൊരു മാസ് ഉണ്ട്. സോ മാറ്റർ ഈസ് എനിത്തിങ് ദാറ്റ് ഒക്കുപ്പൈസ് സ്പേസ് ആൻഡ് ഹാസ് മാസ്. അതിനെയാണ് നമ്മൾ മാറ്റർ എന്ന് വിളിക്കുന്നത്. Ready? അപ്പോൾ matter is composed of large number of extremely small particles. These particles are so small and cannot be seen through the ordinary microscope. അപ്പോൾ ഈ പറയുന്ന ഈ ഒരൊറ്റ സാധനത്തിൽ ഒരൊറ്റ മാറ്ററിൽ തന്നെ ഇഷ്ടം പോലെ കോടി മില്യൺ ഓഫ് ആറ്റംസ് ഒക്കെ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. സോ ചെറിയ സ്മോൾ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് കൊണ്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. അത് ഇവൻ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പോലും പറ്റില്ല. അപ്പം മാറ്റർ എന്ന് പറഞ്ഞാൽ എന്താ ചോദിച്ചാൽ നിങ്ങൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മതി. Ready അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. The tiny sugar particles separated and occupy available in space between the water particle. The space between the particle is known as dash. ഏതാ? ഇതിൽ ഏതാ മക്കളെ വരുന്നത്? ആൻസർ വരുന്നത് നമുക്കറിയാം ഇന്റർ പാർട്ടിക്കിൾ സ്പേസ് ആണ് അല്ലേ. The tiny sugar particles separated and occupy an available space between the water particles. ഷുഗർ വെള്ളത്തിൽ നമ്മൾ ലയിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഷുഗർ കണ്ടന്റും ഉണ്ട്, വാട്ടർ പാർട്ടിക്കിൾസും ഉണ്ട്. അപ്പോൾ ഇവർ നമ്മൾ ഇങ്ങനെ കമ്പൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് അവരുടെ ഇടയിലുള്ള ഒരു സ്പേസ് എന്ന് വെച്ചാൽ ഇന്റർ പാർട്ടിക്കിൾ സ്പേസ് എന്ന് പറയുന്ന ഒരു സാധനം അതിനകത്തുള്ളതുകൊണ്ടാണ്. അതാണ് അവരെല്ലാം ഷുഗർ പാർട്ടിക്കിൾസും വാട്ടർ പാർട്ടിക്കിൾസും ഒക്കെ ഒക്കുപ്പൈ ചെയ്യുന്നത്. സോ ഇന്റർ പാർട്ടിക്കിൾ സ്പേസ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. റെഡി? അടുത്തത്. സോളിഡ് ഹാവ് ഡെഫിനിറ്റ് ഷേപ്പ് ആൻഡ് വോളിയം. ഈസ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ഓർ നോട്ട്? ഫുള്ളി കറക്റ്റ് ആണോ, പാർഷ്യലി കറക്റ്റ് ആണോ, ഏതാണെന്നല്ല ചോദിച്ചിട്ടുള്ളത്. സോളിഡിന് ഡെഫിനറ്റ് ആയിട്ട് ഒരു ഷേപ്പും വോളിയും ഉണ്ട് എന്ന് പറഞ്ഞാൽ ഷുവർ ആയിട്ട് നമുക്ക് പറയാം യെസ് സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്ന സമയത്ത് ഇപ്പം മിസ്സിൻ്റെ ഈ ഒരു പെന്ന്, ഈ ഒരു ഐപാഡ്, ഈവൻ മിസ് ഇട്ടിട്ടുള്ള ഈ ഒരു ബ്രേസ്ലെറ്റ്, അതൊക്കെ സോളിഡാണ്. ഇതിനൊക്കെ മാസും ഉണ്ട്. ഡെഫിനറ്റ് ആയിട്ടൊരു മാസും ഡെഫിനറ്റ് ആയിട്ടൊരു വോളിയും എല്ലാം ഉള്ള സാധനം ആയതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഡെഫിനറ്റ് മാസ്, ഡെഫിനറ്റ് ഷേപ്പ്, ഡെഫിനറ്റ് വോളിയം. സോ എല്ലാം സോളിഡ് ഉണ്ട്. അടുത്തത്. The minimum temperature at which solids melt to become a liquid at the atmospheric pressure is called dash. Boiling point, melting point, condensation, sublimation. ആൻസർ വരുന്നത് നമുക്കറിയാം. ഏതാ മക്കളെ ആൻസർ വരുന്നത്? The minimum temperature at which solid melt into become a liquid at atmospheric pressure ആണെങ്കിൽ അതാണ് മെൽറ്റിംഗ് പോയിന്റ്. ഒരു ഐസ് കൊണ്ടേ നമ്മൾ പുറത്ത് വെച്ചു എന്ന് വിചാരിക്കാം. അത് കുറേ നേരം കഴിഞ്ഞാൽ മെൽറ്റ് ചെയ്യാൻ തുടങ്ങും, ഉരുകിപ്പോകാൻ തുടങ്ങും അല്ലേ. അപ്പോൾ ആ ഉരുക എന്ന് പറയുന്ന ആ ഒരു പോയിന്റ്, ആ ഉരുകുന്ന ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ലിക്വിഡ് സ്റ്റേറ്റ് ഉള്ള ജനറലി ഇൻ എ ലിക്വിഡ് സ്റ്റേറ്റ് പാർട്ടിക്കിൾ ആർ സം വാട്ട് ഫർദർ അവേ ഫ്രം ഈച്ച് അതേഴ്സ് ആസ് കമ്പയർ ടു ദാറ്റ് ഓഫ് സോളിഡ് സ്റ്റേറ്റ്. അപ്പോൾ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് മോസ്റ്റ്ലി എല്ലാ കേസിലും പറയുമ്പോൾ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുമ്പോൾ സോളിഡ് ലിക്വിഡ് ആയിട്ട് മാറുകയാണ് ചെയ്യുക അല്ലേ. അപ്പോൾ പലതിലും അങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഐസേഴ്സ് ആൻഡ് എക്സെപ്ഷൻസ് ആണ്. ഇറ്റ്സ് പാർട്ടിക്കിൾ ആർ rather apart from that of those of in water. അപ്പം നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കേണ്ട കേസ് എന്താണ് മെൽറ്റിംഗ് പോയിന്റ് എന്നുള്ളത് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. റെഡി? ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ഫ്ലൂയിഡ് ഫോം ഓഫ് മാറ്റർ? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, നൺ ഓഫ് ദീസ് എന്നാണ് ഓപ്ഷൻ വന്നിട്ടുള്ളത്. ആൻസർ വരുന്നത് സോളിഡ് ആണ് അല്ലേ. ദാറ്റ് ഈസ് നോട്ട് എ ഫ്ലൂയിഡ് ഫോം. ഒരു ഫ്ലൂയിഡ് ഫോമിലോ ലിക്വിഡ് സ്റ്റേറ്റ് പോലെയൊക്കെയാണോ അല്ലെങ്കിൽ ഒരു ഫ്ലൂയിഡ് പോലെയാണോ ഫീൽ ചെയ്യുന്നേ? അല്ല. സോളിഡ് എന്ന് പറയുമ്പോൾ കട്ടയായിട്ടുള്ള ഒരു സാധനമാണ്. നമ്മൾ പാർട്ടിക്കിൾസ് ഇവ വരയ്ക്കുന്നത് പോലും ഇങ്ങനെയാണ്. സോ അതാണെന്ന് പറയാൻ വേണ്ടി പറ്റും അല്ലേ. ദ ലിക്വിഡ് ആൻഡ് ഗ്യാസസ് ആർ ഫ്ലൂയിഡ് ഫോം ഓഫ് മാറ്റർ ബിക്കോസ് ദേ ഫ്ലോ ഓർ മൂവ്. അത് ജസ്റ്റ് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റും, അതിന് ഫ്ലോ ചെയ്യാൻ വേണ്ടി പറ്റും. സോ അതാണ് കറക്റ്റ് ആൻസർ. പക്ഷേ സോളിഡ് എന്ന് പറഞ്ഞ ഒരു കട്ടയായിട്ട് നിൽക്കുന്ന റിജിഡ് ഫോമിൽ നിൽക്കുന്ന ഒരു സാധനം ആയതുകൊണ്ട് അതാണ് കറക്റ്റ്. A form of matter has no fixed shape and no fixed volume. An example for this form of matter is called. ഇതിൽ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഫിക്സഡ് ആയിട്ടുള്ള ഷേപ്പ് ഇല്ല, ഫിക്സഡ് ആയിട്ടുള്ള വോളിയം ഇല്ലാത്തവന്മാരാണ് ക്രിപ്റ്റോൺ എന്നതിൽ പറയാൻ വേണ്ടി പറ്റും അല്ലേ. ഏതാണ് ക്രിപ്റ്റോൺ എന്ന് പറഞ്ഞ ഒരു ഗ്യാസ് ആണ്. ക്രിപ്റ്റോൺ ഗ്യാസുകൾ നൈട്രജൻ, ഹൈഡ്രജൻ അതുപോലെയുള്ള സാധനമാണ് ക്രിപ്റ്റോൺ. സോ ഗ്യാസ് ഹാവ് neither fixed volume or fixed shape. They taken up the entire volume of the container. ഒരു കണ്ടെയ്നർ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിന്റെ ഫുൾ വോളിയത്തിൽ നിൽക്കാൻ പറ്റും.
ഒരു ഗ്യാസ് സിലിണ്ടർ എടുത്താൽ അതിലല്ലേ ഫുള്ള് ഗ്യാസ് ഉണ്ടായിരിക്കാം. സോ നമുക്ക് പറയാൻ പറ്റും അതെന്താണ് ക്രിപ്റ്റോൺ എന്നൊക്കെ പറയുന്നത് ഇതേപോലെ ഗ്യാസസ് ഫോമിൽ കാണുന്നതുകൊണ്ട് അതിനൊരു ഷേപ്പ് കറക്റ്റായിട്ടൊരു ഷേപ്പ് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. ആൻഡ് ക്ലിയർ ആയിട്ട് നമുക്കത് പറയാൻ വേണ്ടി പറ്റും. ഇനിയോ വാട്ട് ഈസ് ദ പ്രോസസ് ഓഫ് ഗ്രൈൻഡിങ് ചോക്ക് ഇൻ ടു ദ പൗഡർ ഈസ് ആൻ എക്സാമ്പിൾ ഫോർ? ഫിസിക്കൽ ചേഞ്ച് ആണോ, ഇറേസിബിൾ ചേഞ്ച് ആണോ, ഫേസ് ചേഞ്ച് ആണോ, കെമിക്കൽ ചേഞ്ച് ആണോ? എടാ ഒരു ചോക്ക് എടുത്ത് നമ്മൾ ക്രഷ് ചെയ്തു എന്ന് വിചാരിക്കാം, അത് ഫിസിക്കലി അല്ലേ ചേഞ്ച് ആയുള്ളൂ, അതിനകത്തുള്ള കോമ്പോസിഷനിലൊന്നും മാറ്റില്ല. ചോക്കിൻ്റെ ഒരു കുഞ്ഞു പൊടി എടുത്താലും ചോക്ക് തന്നെയാണ് അല്ലേ. അപ്പൊ ചോക്ക് ഗ്രൈൻഡ് ചെയ്ത് ഇങ്ങനെ ആക്കാന്ന് പറഞ്ഞാലും അതിനകത്ത് വരുന്നത് ഒരു പുതിയ സബ്സ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്ന പരിപാടിയൊന്നും നമ്മൾ ചെയ്യുന്നില്ല. പുതിയതായിട്ടൊരു സാധനം ഒരു പേപ്പർ കത്തിച്ച ഒരു ആഷ് ഉണ്ടാകുന്ന പോലെയാണോ ഒരു ചോക്കിന്റെ പൊടിയെടുത്ത് പൊടിക്കുന്നേ? അല്ല, അത് കാണാനുള്ള ലുക്കിലേ മാറ്റം വന്നുള്ളൂ. ലുക്കിൽ കാര്യമില്ല എന്ന് പറയുന്ന പോലെ, വർക്കിലെ കാര്യം പറഞ്ഞ പോലെ ആളുടെ ലുക്കിൽ മാത്രമേ മാറ്റം വന്നുള്ളൂ. സോ ഇറ്റ് ഈസ് ഓൺലി റെഡ്യൂസ് ദ സൈസ് ഓഫ് ദ ചോക്ക്. കണ്ടോ, സൈസിൽ മാത്രമേ മാറ്റം വന്നുള്ളൂ. വിത്തൗട്ട് ആൾട്ടറിങ് ഇറ്റ്സ് കെമിക്കൽ കോമ്പോസിഷൻ ഇറ്റ് ഈസ് റിവേഴ്സ് ടു ദാറ്റ് ഓഫ് ഫിസിക്കൽ ചേഞ്ച് വെയർ ദ ഒറിജിനൽ സബ്സ്റ്റൻസ് റിമെയിൻ ഇൻ ദ സെയിം ഡിസ്പാർട്ട് ഓഫ് ദ അപ്പിയറൻസ് ടു ഫോം അല്ലേ. അതുകൊണ്ട് തന്നെ ഫിസിക്കൽ ചേഞ്ച് ആണ് വന്നത്. അപ്പൊ മിസ് ഈ ഒരു ലുക്കൊക്കെ മാറ്റി, മിസ്സിന്റെ മുടിയുടെ ലുക്കൊക്കെ മാറ്റി ഫ്രീ ആക്കി വന്നാലും മിസ് തന്നെയാ, ഫിസിക്കലി ഉള്ള ഒരു ചേഞ്ചേ വന്നുള്ളൂ, അത്രേ ഉള്ളൂ. അതാണ് ഫിസിക്കൽ ചേഞ്ച്. ഇനി നെക്സ്റ്റ്, what happens to sugar when dissolved in water? Increase the water level ആണോ, ഫോം ഓഫ് ന്യൂ സബ്സ്റ്റൻസ് ആണോ, ബ്രേക്ക് ഇൻ ടു പാർട്ടിക്കിൾ ആണോ, ടേൺ ഇൻ ടു ഗ്യാസ് ആണോ എന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ആൻസർ ബ്രേക്സ് ഇൻ ടു പാർട്ടിക്കിൾസ് അല്ലേ. ഷുഗർ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് when sugar dissolved in water it particles separated and occupy space between the water molecule although the sugar seems to be disappear in the taste remains അല്ലേ. ആക്ച്വലി അതിനകത്തുള്ള ഈ നമ്മൾ ഈ ഷുഗർ വെള്ളത്തിലിട്ട എന്ത് സംഭവിക്കും, നന്നായിട്ട് ലയിക്കും ആൻഡ് ഡിസോൾവ് ആകും ആൻഡ് ഷുഗർ ഡിസപ്പിയർ ആകുന്നേ ഉള്ളൂ. പക്ഷെ ടേസ്റ്റ് നമ്മൾ ഷുഗറിന്റെ ടേസ്റ്റ് തന്നെയാണ് അല്ലേ. ദി സപ്പോർട്ട് ഐഡിയ ദാറ്റ് മാറ്റർ ഇസ് കമ്പോസ് ഓഫ് ടൈനി ഇൻവിസിബിൾ പാർട്ടിക്കിൾ ആൻഡ് കണ്ടിന്യൂ ടു എക്സിസ്റ്റ് ഇൻ ദ സൊല്യൂഷൻ എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. സെറ്റ് അല്ലേടാ, റെഡി അല്ലേ? അടുത്തയിലോട്ട് പോവാ അല്ലേ. വാട്ട് ഈസ് ദ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ഐസ്? ഐസിന്റെ മെൽറ്റിംഗ് പോയിന്റ് എത്രയാണ്? ഐസ് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അത് ഉരുകുന്ന അല്ലെ, ആ ഒരു മെൽറ്റ് ചെയ്യുന്ന ഒരു ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എപ്പോഴും അത് മെൽറ്റ് ചെയ്യുന്ന ആ ഒരു ടെമ്പറേച്ചർ 0°C ആയിരിക്കും അല്ലെ. അപ്പൊ ദ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ഐസ് എന്ന് പറയുന്നത് 0°C ആണ്. ദിസ് ഇസ് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ഐസ് മെൽറ്റ് ടു ഫോം ലിക്വിഡ്. എന്ന് വെച്ചാൽ ഐസ് പുറത്തെടുത്ത് വെച്ചത് ഒരു വെള്ളമായി മാറുന്ന ഒരു സ്റ്റേജ് അല്ലേ, അതിതാ 0°C ആണ്. Okay, under normal atmospheric pressure, marking the change in the physical state without altering chemical composition. അതിനകത്തുള്ള കെമിക്കൽ കോമ്പോസിഷൻ ഒന്നും മാറ്റില്ല. അതെന്തായിട്ട് മാറാണ്, ആ ഒരു അപ്പിയറൻസ് മാറിയിട്ട് വെള്ളത്തിലോട്ട് മാറി എന്നുള്ളത് മാത്രമേ ഐസിന്റെ കേസിൽ സംഭവിക്കുന്നുള്ളൂ. അല്ലാണ്ട് പുതിയൊരു സബ്സ്റ്റൻസ് ഫോം ചെയ്യേ പുതിയൊരാളാവ് ഒന്നും അതിനകത്ത് വരുന്നില്ല. ജസ്റ്റ് ആ ഫിസിക്കൽ അപ്പിയറൻസിൽ മാത്രമാണ് ചേഞ്ച് വരുന്നത്. നെക്സ്റ്റ്, what do solid and liquid have in common? Fixed volume, high compressibility, fast moving particle, fixed shape. ഏതാണ് മക്കളെ? വാട്ട് ഡു സോളിഡ് ആൻഡ് ലിക്വിഡ് ഹാവ് ഇൻ കോമൺ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും അതിനൊരു ഫിക്സഡ് ആയിട്ടുള്ള വോളിയമാണ് അല്ലേ. നമ്മൾ സോളിഡിലാണെങ്കിലും ലിക്വിഡിലാണെങ്കിലും നമ്മൾ പറഞ്ഞു വോളിയം ഉണ്ട് നമ്മൾ പറഞ്ഞു. സോ ബോത്ത് സോളിഡ് ആൻഡ് ലിക്വിഡ് ഹാവ് ഡെഫിനറ്റ് വോളിയം. സോളിഡ് ഹാവ് എ ഫിക്സഡ് ഷേപ്പ് വൈൽ ലിക്വിഡ് ഡു നോട്ട്. സോളിഡിന് ഇപ്പം മിസ്സിൻ്റെ ഈ ഒരു പെണ്ണിന് എന്തുണ്ട്, ഷേപ്പ് ഉണ്ട്. അതേസമയം ഈ ഒരു സാനിറ്റൈസർ കുപ്പി നോക്കുക, ഇതിലുള്ള ഈ സാനിറ്റൈസറിന് ഷേപ്പ് ഉണ്ടോ? അപ്പം ഇതിൻ്റെ ഷേപ്പാണ്, വേറെ ഷേപ്പ്. സോ ഷേപ്പ് കറക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ. അപ്പം ഗ്യാസിൻ്റെ കേസിലാണെങ്കിൽ അതിനൊരു ഫിക്സഡ് ആയിട്ടുള്ള ഷേപ്പും ഇല്ല, ഫിക്സഡ് ആയിട്ടുള്ള വോളിയം ഇല്ലാത്ത ഒരാളാണ് നമ്മുടെ ഗ്യാസ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. സോ ഇതോടുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 10 MCQs നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ മിസ്സോട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മിടുക്കറായിട്ട് ഇത് പഠിക്കുക. ബാക്കി കാര്യങ്ങൾ നെക്സ്റ്റ് വീഡിയോ ഡിസ്കസ് ചെയ്യാം. അതുവരേക്കും ബൈ ബൈ. സീരിയസ് ബൈ.